മരണത്തിനും ജീവിതത്തിനും ഇടയിൽ. സ്കൂളിൽ പോകണമെന്ന എന്റെ ആഗ്രഹം കൂടിക്കൂടി വന്നു. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് അധിക ദൂരമില്ലായിരുന്നെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ദൂരം തന്നെയായിരുന്നു. ദരിദ്രരായ അച്ഛനമ്മമാരുടെ ഏകമകൾ വാഹന സൗകര്യം ഏർപ്പെടുത്താനുള്ള സാമ്പത്തിക ചുറ്റുപാട് അവർക്കില്ലായിരുന്നു. അച്ഛൻ നാടകവും കഥാപ്രസംഗങ്ങളും ബാലയുമൊക്കെ എഴുതിയും തബല വായിച്ചും കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. ഇതൊന്നും ഇല്ലാതിരിക്കുന്ന സമയം കൂലിപ്പണിക്ക് പോകുമായിരുന്നു. അച്ഛന്റെയും അമ്മയുടെയും വീടുകൾ തമ്മിൽ 3 കിലോമീറ്റർ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ എഴുതുന്ന നാടകത്തിലെ നായകനും ബാലയിലെ തലയെടുപ്പും സൗന്ദര്യവും പൗരുഷവും നിറഞ്ഞു തുളുമ്പുന്ന രാജാവുമായിരുന്നു അമ്മാവൻ. അച്ഛന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും കൂടിയായിരുന്നു അദ്ദേഹം. നാടക റിഹേഴ്സലിനും മറ്റും എല്ലാവരും ഒത്തുകൂടിയിരുന്നത് അമ്മാവന്റെ വീട്ടിലായിരുന്നു. അങ്ങനെയാണ് അച്ഛൻ അമ്മയെ കാണുന്നത്. നാളുകൾ കഴിയുന്തോറും അവർക്കുള്ളിൽ പ്രണയം അലയടിക്കുന്നത് അവർ തിരിച്ചറിഞ്ഞു. 1 വർഷത്തെ പ്രണയത്തിനൊടുവിൽ അവർ ആരുടെയും സമ്മതത്തിന് കാത്തു നിൽക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം കഴിച്ചു. അച്ഛൻ അവർക്കെല്ലാവർക്കും സ്വീകാര്യനായ ഒരു വ്യക്തിയായിരുന്നതുകൊണ്ട് അമ്മ വീട്ടുകാരുടെ എതിർപ്പിന്റെ കാഠിന്യം കുറവായിരുന്നു. 2 വർഷത്തിന് ശേഷമാണ് ഞാൻ ജനിക്കുന്നത്. നെഞ്ചിൽ ഇടുത്തി വീണതുപോലുള്ള ജനനം. അവരിലുണ്ടാക്കിയ ആഘാതത്തിൽ നിന്ന് കരകയറാൻ എത്ര നാളെടുത്തിട്ടുണ്ടാകും? പാതി ചത്ത ഒരു കുഞ്ഞിന്റെ ശരീരവുമായി അതിന്റെ ജീവന് വേണ്ടി യാചിക്കുന്ന മാതാപിതാക്കൾ. ഹോ, എന്തൊരു കാഴ്ചയായിരിക്കും അത്! ഒട്ടും പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായിരിക്കാം അവരുടെ മനസ്സിലെന്ന് പിന്നീട് പലതവണ ചിന്തിച്ചിട്ടുണ്ട്. തിരികെ കൊണ്ടുവരുന്നത് കുഞ്ഞിന്റെ ജലമായിരിക്കുമെന്ന് ഓർക്കുന്തോറും പ്രതീക്ഷയുടെ തരുമ്പ് വെട്ടുമെങ്കിലും അവരുടെ മനസ്സ് തണുപ്പിച്ചിട്ടുണ്ടാകുമോ? എന്തൊക്കെയായിരിക്കാം? ഒരു പക്ഷേ ഒരിക്കൽ പോലും ഞാനത് അവരോട് ചോദിച്ചിട്ടില്ല. അവർ വേദനയോടും ഞെട്ടലോടെയും ഓർമ്മിക്കുന്ന ഒരു ദിവസത്തെ വീണ്ടും വലിച്ച് പുറത്തിടേണ്ട എന്ന് കരുതി. ഓപ്പറേഷന് ശേഷം ഏറെ നാളത്തെ ആശുപത്രി വാസം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഇടതുകാൽ പൂർണ്ണമായി മുറിച്ചു മാറ്റപ്പെട്ട് തുന്നിക്കെട്ടി വെച്ചിരിക്കുന്ന മുറിവിൽ അണുബാധ ഏൽക്കാതെ നോക്കുക എന്നത് നിസ്സാര കാര്യമായിരുന്നില്ല. ഒറ്റമുറി മാത്രമുള്ള ഓലപ്പുരയിൽ മാസങ്ങൾ മാത്രമുള്ള കുഞ്ഞിനെ അണുബാധ ഏൽക്കാതെ നോക്കാനും സംരക്ഷിക്കാനും അമ്മ തന്റെ ശരീരം പോലും മറന്ന് ഉറങ്ങാതിരുന്നു. പ്രസവശേഷം ഒന്ന് നിവർന്നു കിടക്കാനോ നല്ല ഭക്ഷണം കഴിക്കാനോ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. കൊടിയ ദാരിദ്ര്യത്തിന്റെ നാളുകൾ അമ്മയെ അവശയാക്കി. അവരുടെ ആരോഗ്യം ക്ഷയിച്ചു. മുലകൾ ശുഷ്കിച്ചു. എനിക്ക് തരാനുള്ള പാല് പോലും അമ്മയ്ക്കില്ലായിരുന്നു. വിശന്ന വാവിട്ട് കരഞ്ഞ എന്റെ വായിലേക്ക് അമ്മായി, മാമന്റെ ഭാര്യ, അവരുടെ മുലക്കണ്ണുകൾ തിരികെ വെച്ചു. ഞാൻ വലിച്ച് അവരുടെ മുലകളിൽ നിന്നും പാൽ ചുരന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അമ്മായി അത് എപ്പോഴും പറയും. അന്ന് അണ്ണന്, അമ്മായിയുടെ മകൻ, 5 or 6 വയസ്സുണ്ടായിരുന്നത്രേ. അച്ഛൻ പല കൂലിപ്പണികൾ ചെയ്താണ് വീട്ടുചെലവ് നടത്തിയിരുന്നത്. അതിനിടയിൽ എന്നെ സ്കൂളിൽ കൊണ്ടുവിടാനും തിരികെ വിളിക്കാനും വാഹനം ഏർപ്പെടുത്താനുമുള്ള പണമില്ലായിരുന്നു. എന്റെ ഏകാന്തത അവരെ കൂടുതൽ വേദനയിലാഴ്ത്തി. സ്കൂളിൽ പോകുന്നതിനേക്കാൾ ഉപരി കൂട്ടുകാർക്കൊപ്പം അവരിലൊരാളായി നടക്കാനായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്. കൃത്രിമ കാൽ വെച്ച് നടക്കാൻ തുടങ്ങി. വീണ്ടും വേദനയുടെ കഠിനമായ നാളുകൾ. എന്നാലും കൂട്ടുകാരോടൊപ്പം നടന്ന് സ്കൂളിൽ പോകാമെന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞു. ആ വർഷം സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ചേർത്തു. കുറച്ചു ദിവസങ്ങൾ മാത്രമേ ഞാൻ പോയിരുന്നുള്ളൂ. വീട്ടിലെ ഏകാന്ത ജീവിതം അവസാനിപ്പിച്ച് അടുത്ത ദിവസം മുതൽ സ്കൂളിൽ പോകാൻ തുടങ്ങി. വേദന കടിച്ചമർത്തി നടന്നു. ആത്മവിശ്വാസവും സഹനശേഷിയും കണ്ട് വീട്ടുകാർ അത്ഭുതപ്പെട്ടു. വേദനയ്ക്ക് മുകളിലായിരുന്നു നടക്കണമെന്നുള്ള ആഗ്രഹം. എല്ലാവരെയും പോലെ ഒരു സാധാരണ മനുഷ്യജീവിയാണെന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്തണമായിരുന്നു. ഈ ഭൂമിയിലെ എന്റെ ജീവിതം വേദനകൾ നിറഞ്ഞതായിരുന്നതിന് കാരണമെന്താണെന്ന് ഓരോ നിമിഷവും ചിന്തിച്ചു. സ്കൂളിലെ കൂട്ടുകാർ ഒരിക്കൽ പോലും എന്നോട് കൂട്ടുകൂടിയില്ല. അവരെ പോലെ അല്ലാത്ത മുടന്തിയെ അവർ മാറ്റി നിർത്തി. നിസ്സഹായതയും അവഗണനയും വേദനയ്ക്ക് മുകളിലെ വേദനയായി ഉള്ളിൽ പിണഞ്ഞുകിടന്നു. എവിടെയും സഹതാപത്തിന്റെ കണ്ണുകൾ മാത്രം. അധ്യാപകർ പോലും എന്നെ അങ്ങേയറ്റം കരുണയോടും സഹതാപത്തോടും മാറ്റി നിർത്തി. ഭക്ഷണം കഴിക്കാൻ പ്രത്യേക ഇടം തന്നു. കുട്ടികളുടെ കളികളിൽ ഒന്നും തന്നെ പങ്കാളിയാക്കിയിരുന്നില്ല. ഒരു മനുഷ്യനെന്ന സങ്കല്പങ്ങൾക്ക് മേൽ അവഗണനയുടെ ചാട്ടവാറുകൾ വീടുകൊണ്ടിരുന്നു. ഒരു ചെറിയ ശരീരത്തിന്
താങ്ങാനാവുന്നതിലധികം ഭാരമുള്ള മരക്കാൽ ഇട്ടുകൊണ്ടുള്ള നടത്തം അവശയാക്കി, ഇറുകുന്ന അസ്ഥിയും ചോര പൊടിയുന്ന തുടയും കൊണ്ട് വേദനയുടെ ഭീമൻ ആമത്തോടും പേറി ഞെരുങ്ങി നീങ്ങിക്കൊണ്ടിരുന്നു.